മലയാള സിനിമയിലെ മുൻനിര അഭിനേത്രിമാർ ഉൾപ്പെടെ 50-ലേറെ പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത്. അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലൈംഗിക അതിക്രമം എന്നതിനൊപ്പം സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗവും സ്ത്രീകളെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. സുതാര്യമായ സ്ത്രീ സൗഹൃദ സിനിമാ സെറ്റ് എങ്ങനെയാവണം എന്നും പരാതി പരിഹാരത്തിനായി മാർഗനിർദ്ദേശങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. പരാതി പരിഹാരത്തിനായി ട്രൈബ്യൂണൽ രൂപീകരിക്കണം. ട്രൈബ്യൂണൽ ജഡ്ജ് ആയിരിക്കണം. സ്ത്രീ ആയിരുന്നാൽ കൂടുതൽ നല്ലത്. ട്രയൽ സൈഡിൽ 5 വർഷത്തെ മിനിമം പരിചയമുണ്ടാകണം. ട്രൈബ്യൂണൽ തീരുമാനം അന്തിമമായിരിക്കണം. പുനഃപരിശോധനകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനായിരിക്കണം. വിവരങ്ങൾ ശേഖരിക്കാനും റിപ്പോർട്ടിനും തൊഴിലിടത്തെ പരിശോധനയ്ക്കും ട്രൈബ്യൂണലിന് ആരെയും നിയമിക്കാം. ട്രൈബ്യൂണലിന് മുമ്പിലെത്തുന്ന ലൈംഗിക പരാതിയിൽ അന്വേഷണം നടത്താം. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കാര്യത്തിൽ ട്രൈബ്യൂണലിന് ഇടപെടാനാകില്ല. ചലച്ചിത്ര മേഖലയിലുള്ളവർ മറ്റാരെയും വിലക്കാൻ പാടില്ല. ട്രൈബ്യൂണലിന്റെ എല്ലാ നടപടികളും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം. സിനിമയിലുള്ള ഒരാളും സ്ത്രീയെ വ്യക്തിഹത്യ നടത്താനോ മാനസികമായോ ശാരീരികമായോ അതിക്രമിക്കാനോ പാടില്ല. ഫാൻ ക്ലബ്ബുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയുമുള്ള അതിക്രമവും ഇതിൽപ്പെടുന്നു. തൊഴിലിടത്ത് സ്ത്രീക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം. ഇതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻപോട്ട് വയ്ക്കുന്ന ശുപാർശകൾ. റിപ്പോർട്ട് കൈപ്പറ്റി സർക്കാർ പുറത്തുവിടാനെടുത്ത കാലതാമസം ഈ നിർദ്ദേശങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകാതിരുന്നാൽ നല്ലത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.